വെൽക്കം ടു പോപ്പൻ സ്കൂൾ ആൻഡ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് മോഡ്യൂൾ 9 സൈക്കോളജിയുടെ 9th മോഡ്യൂൾ. അത് സോഷ്യൽ പെർസെപ്ഷനാണ്. അപ്പോൾ ഇതൊരു വലിയ മോഡ്യൂൾ ആയതുകൊണ്ട് ഒരുപാടധികം ടോപ്പിക്സ് ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഒരൊറ്റ ലെസണിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്താ പറയേണ്ടത്, പഠിക്കുന്നതിനും സൗകര്യം നമ്മളത് പാർട്ടാക്കി ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ വീഡിയോയും നമ്മൾ പാർട്സ് ആയിട്ടായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സൈക്കോളജി എന്ന മോഡ്യൂളിന് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് നമുക്ക് ഈ ഒരു ICDS എക്സാമിന് കംപ്ലീറ്റ് ഉള്ളത് 25 മാർക്കാണ് അല്ലേ. അപ്പോൾ 25 മാർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈക്കോളജിയിൽ മൊത്തം 10 മോഡ്യൂളുണ്ട്. 10 മോഡ്യൂൾ ടോട്ടലായിട്ടുള്ളതിനകത്ത് 2 മോഡ്യൂളിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യം വീതം വരും. ഒരു മോഡ്യൂളിൽ നിന്ന് 3 മാർക്കിൻ്റെ ചോദ്യം വരും. ബാക്കി എല്ലാ മോഡ്യൂളിൽ നിന്നും ഈ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക. ഈ മോഡ്യൂൾ 9 സോഷ്യൽ പെർസെപ്ഷനിൽ നിന്നാണ് 3 മാർക്കിൻ്റെ ചോദ്യം വരിക. ടോപ്പിക്സ് വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളതൊന്ന് നല്ലതുപോലെ ഒന്ന് ഗ്രാസ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ആ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലെസൺ, അതിനകത്ത് ഒരുപാടധികം നമ്മൾ സോഷ്യൽ സൈക്കോളജിയുടെ ഒരുപാടധികം കീ കോൺസെപ്റ്റ്സ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ഈ കോൺസെപ്റ്റ്സ് എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും ആൻഡ് എന്താ പറയേണ്ടത്, നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് എങ്ങനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നുവെന്നും അല്ലേ. അപ്പം നമുക്ക് ഓൾറെഡി നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ട്. ആൻഡ് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ആ ടേംസ് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ അതിനെ പഠിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഈ എന്താ പറയേണ്ടത് സൈക്കോളജി പഠിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെസണിൽ നമ്മൾ അതാണ് ചെയ്യുക. നമ്മുടെ ലൈഫിനെ തന്നെയാണ് നമ്മൾ ഇവിടെ ഓരോ കോൺസെപ്റ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തി ലൈഫിൻ്റെ ഓരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിൽ അതല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് ആ ഒരു റിയലൈസേഷൻ വരുന്നതോടുകൂടി ഈ കോൺസെപ്റ്റ്സ് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കുന്നതോടുകൂടി നമുക്ക് ഈ കോൺസെപ്റ്റ് പിന്നെ ഒരിക്കലും മറക്കില്ല. ഇപ്പം ഏത് തരത്തിലുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നിരുന്നാലും നമുക്കതിൻ്റെ കൃത്യമായ ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ആദ്യം നമ്മൾ സോഷ്യൽ സെൽഫ് എന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റീസ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ പേഴ്സണൽ അവെയർനെസ് മാത്രമല്ല, നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമല്ല, അതിപ്പോൾ എന്താ പറയണ്ടേ, നമ്മുടെ ആ ഒരു സോഷ്യൽ എൻവയൺമെൻറ്റും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ. ആ ഒരു സോഷ്യൽ എൻവയൺമെൻറ്റ്, നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സാഹചര്യവും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനി വരും സെൽഫ് നോളജ് എന്ന കോൺസെപ്റ്റ്, സെൽഫ് റെഗുലേഷൻ എന്ന കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് പ്രസൻറ്റേഷൻ എന്ന കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് ശരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പറയേണ്ടത്, ഹൗ വി പെർസീവ് ആർ സെൽഫ്സ്, നമ്മളെ തന്നെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബിഹേവിയർ കോണ്ടെക്സ്റ്റ് മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത്. അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിലേക്ക് കടക്കേണ്ടത് ഇസ് ദി ഐഡിയ ഓഫ് സെൽഫ് സ്കീമ. ഈ സെൽഫ് സ്കീമ എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഫ്രെയിംവർക്കാണ്. ഈ മെൻ്റൽ ഫ്രെയിംവർക്കാണ് നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനാണ് ഈ എന്താ പറയേണ്ടത് സെൽഫ് സ്കീമ എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്കീമയുണ്ടല്ലോ, ഈ സ്കീമാസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസസിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ അതിനെ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു, ആൻഡ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് അത് എങ്ങനെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റി ഫ്രെയിം ചെയ്യുന്നതിലേക്ക് നമ്മൾ വന്നെത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ ആ ഒരു ഡിസ്കഷനിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ വി വിൽ ഓൾസോ ഡിസ്കസ് ദ ഡൈനമിക് നേച്ചർ. ഈ സ്കീമാസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, അത് ഭയങ്കര ഡൈനമിക് ആയിട്ടുള്ള ഒരു സ്കീമാണ് ഈ സ്കീമ എന്ന് പറയുന്നത്. എങ്ങനെ ഈ സ്കീമ സാഹചര്യം സർക്കംസ്റ്റൻസ് മാറുന്നതനുസരിച്ച് എങ്ങനെ മാറും ആൻഡ് ഹൗ ദേ അഡാപ്റ്റ് വിത്ത് ടൈം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമുക്ക് പോകേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെൽഫ് ഡിസ്ക്രിപ്പൻസി എന്ന് പറയും. ഇപ്പം സെൽഫ് ഡിസ്ക്രിപ്പൻസി എന്ന് നമുക്കൊരു ഒരു 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 ചുരുക്കത്തിൽ പറയാനാണെങ്കിൽ ദിസ് ഇസ് എ ഗ്യാപ്പ്. അപ്പം എന്ത് തങ്ങളിലുള്ള ഗ്യാപ്പാണിത്? അവർ ആക്ച്വൽ സെൽഫ്, നമ്മൾ ആക്ച്വലി എന്താണോ
ആൻഡ് അവർ ഐഡിയൽ സെൽഫ് ആൻഡ് അവർ ഓട്ട് സെൽഫ്. നമ്മൾ എന്താ ഏത് രീതിയിൽ നമ്മളെ കൊണ്ടു നടക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത്, അതിൻ്റെ ഗ്യാപ്പാണ് ഈ സെൽഫ് ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. ആ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു വ്യതിയാനം, ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഡിഫറൻസസ് അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ് ടു വെരി പവർഫുൾ ഇമോഷണൽ റിയാക്ഷൻസ്. അപ്പോൾ എന്താ പറയേണ്ടത്, നമുക്ക് ഗിൽറ്റ് ഉണ്ടാകുന്നത്, പശ്ചാത്താപം, നമുക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകുന്നത്, നിരാശ, അതല്ലേ ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് എങ്ങനെ ജനറേറ്റ് ആകുന്നു ബിക്കോസ് ഓഫ് ദീസ് സെൽഫ് ഡിസ്ക്രിപ്പൻസീസ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് സെൽഫ് റെഗുലേഷൻ എന്നുള്ളത്. സെൽഫ് റെഗുലേഷൻ എന്താ? റെഗുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ബിഹേവിയേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോങ് ടേം ഗോൾസിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു ഇമോഷണൽ റെഗുലേഷനിലൂടെ വി മാനേജ് സ്ട്രെസ്. ആൻഡ് സെൽഫ് റെഗുലേഷൻ എഗെയിൻ നമ്മുടെ പേഴ്സണൽ സക്സസിനും വെൽബീയിങ്ങിനും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽസ് ഹാവ് ഓഫ് ദെംസെൽവ്സ്. എനിക്ക് എന്നെക്കുറിച്ചുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇതിനകത്തൊക്കെ വരിക? എൻ്റെ റോൾസ് എന്താണ് ജീവിതത്തിൽ, സമൂഹത്തിൽ, ഫാമിലിയിൽ, എന്താണ് എൻ്റെ റോൾസ് എന്നുള്ളത് അല്ലേ. ജോലി സ്ഥലത്ത് എന്താണ് എൻ്റെ റോൾസ്, അതല്ലേ എൻ്റെ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ബിലീവ്സ്, എൻ്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണ്, എൻ്റെ വാല്യൂസ് എന്താണ്, എൻ്റെ മൂല്യങ്ങൾ എന്താണ്, അതല്ലേ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്യുന്നതിന്, നമ്മുടെ ആ ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന്. ഈ ഐഡൻറ്റിറ്റി, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അതിനകത്ത് വരും. നമുക്ക് ലഭിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കുന്ന സോഷ്യൽ ഫീഡ്ബാക്ക് അതിൻ്റെ ഭാഗമായിട്ട് വരും. ആൻഡ് ഫൈനലി വി വിൽ ഗോ ഇൻ ടു or rather we will look at self-esteem and self-presentation. ഇപ്പോൾ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ് ഇവാലുവേഷൻ ഓഫ് വൺസ് ഓൺ സെൽഫ് വർത്ത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സെൽഫ് വർത്തിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുമ്പം അതിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് മെൻ്റൽ ഹെൽത്തിനെ സ്വാധീനിക്കാൻ കഴിയും, മോട്ടിവേഷൻ ലെവൽസിനെ സ്വാധീനിക്കാൻ കഴിയും, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബന്ധങ്ങളെ സ്വാധീനിക്കാനായിട്ട് കഴിയും. അതേപോലെ സെൽഫ് പ്രസൻറ്റേഷൻ എന്ന് നമ്മൾ പറയുമ്പോഴോ, സെൽഫ് പ്രസൻറ്റേഷൻ ആണ് നമ്മൾ ഈ സെൽഫ് എന്താ പറയേണ്ടത് കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് ആണ് ഈ സെൽഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കണം അല്ലേ. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു ഇംപ്രഷൻ, ഒരു ഗുഡ് ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ ചിന്തകളെ നമ്മൾ സ്വാധീനിച്ചെടുക്കണം. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ. സോ ഹൗ അതേഴ്സ് പെർസീവ് അവർ സെൽഫ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ശരിക്കും സ്വാധീനിക്കുകയാണ് സെൽഫ് പ്രസൻറ്റേഷനിലൂടെ. ഒരു പക്ഷേ അത് കോൺഷ്യസ് ആയിട്ട്, ബോധപൂർവം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് ഒരുപക്ഷെ ചെയ്ത് വളരെയധികം എന്താ പറയേണ്ടത് പ്രാക്ടീസോടുകൂടി. അപ്പം നമുക്ക് ഒത്തിരി അധികം പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് പിന്നെ അത് അൺകോൺഷ്യസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ അതാണ് എന്താ പറയേണ്ടത് ആ ഒരു സെൽഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. സെൽഫ് പ്രസൻറ്റേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സോഷ്യൽ റോൾസ് എന്താണ്, ആ സോഷ്യൽ റോൾസ് നമുക്ക് നിലനിർത്തി അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വൈറ്റൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സെൽഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ആ ഒരു സൊസൈറ്റിയിലുള്ള നമ്മുടെ ആ ഒരു ഇൻറ്ററാക്ഷൻസ് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു മാർക്കിനുള്ള ചോദ്യം ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വന്നേക്കാം. ആൻഡ് നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അതിനകത്ത് അത്യാവശ്യം ഇച്ചിരി നോട്ട്സൊക്കെ എഴുതി ആ കോൺസെപ്റ്റ്സ് ഒക്കെ വേണ്ടി വന്നാൽ ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കി അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി വരുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ ഈ കോൺസെപ്റ്റ്സിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്നുള്ളത് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആ ആക്ച്വൽ കോൺസെപ്റ്റ് ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം. Alright, so let's move on to the first question. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സെൽഫ് റെഗുലേഷൻ? അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് സെൽഫ് റെഗുലേഷന്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദ്യം. ക്യാൻ യു ടേക്ക് എ ഗെസ്? അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ നിന്ന് ഓർത്തെടുത്തിട്ട് ഇതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? സി, ഓപ്ഷൻ എ, ഡിസ്ക്രൈബിംഗ് വൺ സെൽഫ് ആസ് ഇന്റലിജന്റ് ആൻഡ് ക്രിയേറ്റീവ്. ഞാൻ എന്നെ തന്നെ ഞാൻ പറയാണ്, ഞാൻ വളരെ ഇന്റലിജന്റും ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നതാണോ സെൽഫ് റെഗുലേഷന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്? ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഞാനിപ്പോൾ തന്നല്ലോ, വാട്ട് ഇസ് സെൽഫ് റെഗുലേഷൻ എന്നുള്ളത്. ലുക്ക് അറ്റ് ഓപ്ഷൻ ബി, റെസിസ്റ്റിംഗ് ദ ഏർജ് ടു പ്രോക്രാസ്റ്റിനേറ്റ് ടു സ്റ്റേ ഓൺ ട്രാക്ക് വിത്ത് ലോങ് ടേം ഗോൾസ്. അപ്പോൾ നമുക്ക് പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു അവസരത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ആ ഒരു പ്രക്രിയയെ റെസിസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു താല്പര്യമാണോ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി, റിക്കോളിംഗ് എ പോസിറ്റീവ് മെമ്മറി ടു ബൂസ്റ്റ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പോസിറ്റീവ് മെമ്മറിയെ കുറിച്ച് നമ്മൾ ഒന്ന് ഓർത്തെടുക്കുന്നു. ഓർ ഓപ്ഷൻ ഡി, കമ്പയറിംഗ് വൺ സെൽഫ് ടു അതേഴ്സ് ടു ഇംപ്രൂവ് സെൽഫ് എസ്റ്റീം. നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നമ്മുടെ സെൽഫ് എസ്റ്റീം നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നതാണോ? വെൽ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ റൈറ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് നോട്ട് ഈവൻ എ ഗസ് വർക്ക്, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കണം നിങ്ങൾ ഇതിന് ചൂസ് ചെയ്യുന്ന ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്? റെസിസ്റ്റിംഗ് ദ ഏർജ് ടു പ്രോക്രാസ്റ്റിനേറ്റ് ടു സ്റ്റേ ഓൺ ട്രാക്ക് വിത്ത് ലോങ് ടേം ഗോൾസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണിത്? സെൽഫ് റെഗുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ആ ഇമ്പൾസസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്, ആൻഡ് നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ബിഹേവിയറിനെ, നമുക്ക് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം തോന്നുന്ന എന്തെങ്കിലും ഒരു സംഗതി, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണ്? ഭാവിയിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോങ് ടേം ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് പ്രോക്രാസ്റ്റിനേഷനെ നമ്മൾ തടയുക. അതായത് എപ്പോൾ നമുക്കൊന്ന് മടി പിടിച്ചിരിക്കണമെന്ന് തോന്നുകയാണോ അപ്പോഴത്തന്നെ നമ്മുടെ മനസ്സ് അതിനെ അതിജീവിച്ച് നമ്മൾ വീണ്ടും ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരാനായിട്ടുണ്ടാകുന്ന ആ ഒരു ഏർജ്, അതാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷനെ തടയുക. പ്രോക്രാസ്റ്റിനേഷൻ തടയുക എന്ന് പറയുന്നത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് സെൽഫ് റെഗുലേഷൻ്റെ. ഓക്കെ, അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ആക്ച്വൽ സെൽഫ്? ആക്ച്വൽ സെൽഫ് എന്താണെന്ന് ഒരൊറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരൊറ്റ വാചകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇസ് ഇറ്റ് ദ പേഴ്സൺ വൺ ബിലീവ്സ് ദേ ആർ കറന്റ്ലി? ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എന്ത് തരത്തിലുള്ളൊരു വ്യക്തിയാണെന്ന് ആണ് എൻ്റെ വിശ്വാസം ഇപ്പം നിലവിൽ. അതാണോ ആക്ച്വൽ സെൽഫ് എന്ന് പറയുന്നത്? ദ പേഴ്സൺ വൺ ആസ്പയർസ് ടു ബി, ഞാൻ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ആക്ച്വൽ സെൽഫ് എന്ന് പറയുന്നത്? അതോ ദ പേഴ്സൺ അതേഴ്സ് എക്സ്പെക്ട് ദം ടു ബി? അപ്പം മറ്റുള്ളവർക്കൊരു പ്രതീക്ഷയുണ്ടല്ലേ ഞാൻ എന്തായി മാറണമെന്ന്, നമുക്ക് പ്രതീക്ഷയുണ്ടല്ലേ നമ്മുടെ കുട്ടികൾ എന്തായി മാറണമെന്ന്, അതേപോലെ നമ്മൾ എന്താകണമെന്നുള്ളത് മറ്റുള്ളവർക്കൊരു പ്രതീക്ഷയുണ്ട്. അതാണോ ഓപ്ഷൻ സി? ആൻഡ് ഓപ്ഷൻ ഡി, ദ പേഴ്സൺ ദാറ്റ് ദേ പ്രിറ്റൻഡ് ടു ബി ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. അപ്പോൾ സോഷ്യൽ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജനങ്ങളുടെ, അതായത് നമ്മുടെ ചുറ്റാകെ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നമ്മൾ അഭിനയിക്കുന്നതാണോ, നമ്മൾ ഇന്നതാണെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ അഭിനയിക്കുന്നതാണോ? വെൽ, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ്, ദ പേഴ്സൺ വൺ ബിലീവ്സ് ദേ കറന്റ്ലി ആർ. ഓക്കെ, അപ്പം ആക്ച്വൽ സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയുടെ നിലവിലുള്ള പെർസെപ്ഷൻ ഓഫ് ദെംസെൽവ്സ്, എന്നെക്കുറിച്ച് എനിക്കുള്ള ധാരണ. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ട്രേറ്റ്സ് വരും, എൻ്റെ എബിലിറ്റീസ് വരും, എല്ലാം കൂടെ ചേർത്തിട്ടല്ലേ ഞാനൊരു സംഭവമാണ് എന്ന് ഞാൻ പറയുന്നത്. അതാണ് ഈ ഒരു എന്താ പറയേണ്ടത്, ആക്ച്വൽ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്: വിച്ച് സ്ട്രാറ്റജി ഇൻവോൾവ്സ് പ്രൈസിങ് അതേഴ്സ് ടു ഗെയിൻ സോഷ്യൽ അപ്രൂവൽ? അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണ്. പ്രൈസിങ് അതേഴ്സ്, മറ്റുള്ളവരെ പുകഴ്ത്തി പറയുകയാണ്. എന്തിനാ? ആ ഒരു സോഷ്യൽ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഇൻറ്റിമിഡേഷൻ ആണോ, സെൽഫ് പ്രൊമോഷൻ ആണോ, സപ്ലിക്കേഷൻ എന്നാണോ അതിന് പറയുന്നത്, ഇൻഗ്രാറ്റിയേഷൻ എന്നാണോ അതിനെ പറയുന്നത്? ഇൻഗ്രാറ്റിയേഷൻ എന്നും പറയാം, ഇൻഗ്രാറ്റിയേഷൻ എന്നും പറയാം.
ഓക്കെ, വെൽ, ഈ നാലാമത്തെ കോൺസെപ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ടേമിനെയാണ് മറ്റുള്ളവരെ നമ്മൾ പുകഴ്ത്തി പറയുകയാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അവരുടെ ഇടയിൽ നല്ലൊരു പേരുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയാണ് ഇൻഗ്രാറ്റിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്ററിങ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റുള്ളവരെ നമ്മൾ പുകഴ്ത്തി പറയുകയാണ്, ആ ഒരു സോഷ്യൽ അപ്രൂവൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആരെക്കുറിച്ചും കുറ്റം പറയുന്നില്ല, ആ വ്യക്തിക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ആ പോരായ്മ ചൂണ്ടിക്കാണിക്കാതെ നമ്മൾ ആ വ്യക്തിയെ പുകഴ്ത്തി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളെ ഇഷ്ടപ്പെടും. അപ്പൊ അതേപോലെ എല്ലാ വ്യക്തികളുടെ അടുത്തും നമ്മൾ അങ്ങനെ പെരുമാറുമ്പോഴോ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടും അല്ലേ. അതാണ് ഇൻഗ്രാറ്റിയേഷൻ അല്ലെങ്കിൽ ഇൻഗ്രാഷിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്പർ 4, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് സെൽഫ് പ്രസന്റേഷൻ ഉണ്ട് ആൻഡ് മറ്റൊരു സൈഡിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സെൽഫ് റെപ്രസെന്റേഷൻ ആണ്, പ്രസന്റേഷൻ അല്ല, അത് തന്നെ പ്രസന്റേഷൻ എന്ന് പറയാം. അപ്പം ആക്ച്വൽ സെൽഫ് എന്ന കോൺസെപ്റ്റ് ഇവിടെയുണ്ട്, ഐഡിയൽ സെൽഫ് എന്ന കോൺസെപ്റ്റ് ഇവിടെയുണ്ട്, ഓട്ട് സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ഓട്ട് സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ സെൽഫ് എന്ന് പറയുന്നത് എന്താ? someone believes what they are. ഞാൻ എന്താണെന്നാണ് എൻ്റെ വിശ്വാസം, അതാണ് എൻ്റെ ആക്ച്വൽ സെൽഫ്. ഓക്കെ, ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാലോ ഞാൻ എന്ത് ആവാൻ ആഗ്രഹിക്കുന്നു, അതാണ് ഐഡിയൽ ആയിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് അതാണ് എന്നുള്ളത്. ആൻഡ് ഓട്ട് ടു ബി എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഓട്ട് സെൽഫ് എന്ന് പറഞ്ഞാലോ, അത് സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് ആണ്. സമൂഹം എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, ഞാൻ അതിലേക്ക് എത്തിച്ചേർന്നാൽ അതാണ് ഓട്ട് സെൽഫ്, ആകേണ്ടിയത് എന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ആക്ച്വൽ സെൽഫ് എന്ന് പറയുന്നത് ഇസ് ദ പേഴ്സൺ ഹൂ വൺ ബിലീവ്സ് ദേ കറന്റ്ലി ആർ. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് ബി ആണ്, ദ പേഴ്സൺ വൺ ആസ്പയർസ് ടു ബി. ആൻഡ് ഓട്ട് സെൽഫ് എന്ന് പറയുന്നത് എ ആണ്, ദ പേഴ്സൺ ഷേപ്ഡ് ബൈ സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഇമോഷണൽ റെസ്പോൺസ് ഇസ് മോസ്റ്റ് ലൈക്ലി വെൻ ദർ ഇസ് എ ലാർജ് ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ആക്ച്വൽ സെൽഫ് ആൻഡ് ദി ഐഡിയൽ സെൽഫ്. അപ്പം ആക്ച്വൽ സെൽഫ് എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പം മനസ്സിലാക്കി അല്ലേ. അപ്പം ആക്ച്വൽ സെൽഫ് എന്താണ്? പേഴ്സൺ വൺ ബിലീവ്സ് ദേ കറന്റ്ലി ആ, നിലവിൽ ഞാൻ എന്താണ് എന്നുള്ളത്. അതേപോലെ നമ്മൾ ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദ പേഴ്സൺ വൺ ആസ്പയർസ് ടു ബി. അപ്പൊ ഇത് തങ്ങളിലൊരു വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ ഞാൻ നിലവിൽ ഇപ്പം ഇങ്ങനെ ജസ്റ്റ് കാണിക്കുകയാണ്, ഇവിടെ നിൽക്കുന്നു, പക്ഷെ ഞാൻ ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് തങ്ങളിലൊരു ഡിസ്റ്റൻസ് ഇവിടെ കണ്ടില്ലേ, ഒരു ഡിഫറൻസ് ഇവിടെ കണ്ടില്ലേ. ആ ഒരു ഡിഫറൻസിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം എന്താണ്? വാട്ട് ഇമോഷണൽ റെസ്പോൺസ് ഇസ് മോസ്റ്റ് ലൈക്ലി വെൻ ദർ ഇസ് എ ലാർജ് ഡിസ്ക്രിപ്പൻസി. അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയേണ്ടത്, ആക്ച്വൽ സെൽഫ് ഇവിടെ നിൽക്കുകയും നമ്മുടെ ഐഡിയൽ സെൽഫ് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ലാർജ് ഡിസ്ക്രിപ്പൻസിയാണ് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വലിയ ഒരു ഡിസ്ക്രിപ്പൻസി, അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇനി ഒരുപാട് കഠിനാധ്വാനം ചെയ്തെങ്കിൽ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കൂ. അപ്പം എന്ത് തരത്തിലുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് നമുക്ക് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആങ്സൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, ഗിൽറ്റ് ആണോ, ആങ്കർ ആണോ അവിടെ വരുന്നത്? അപ്പൊ ഇവിടെ ഈ ഒരു ലാർജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ് പലപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ നിരാശപ്പെടും, ഡിസപ്പോയിൻമെന്റ് ആകും അല്ലേ. ആൻഡ് നമ്മൾ ഡിപ്രസ്ഡ് ആകും അല്ലേ. നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത്, പേഴ്സണൽ ആസ്പിറേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡിപ്രസ്ഡ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഏറ്റവും അനുയോജ്യമായ ഉത്തരം. ഡിപ്രഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു നമ്പർ 6. നമ്പർ 6 ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട്? സോ ദിസ് ഇസ് എ നോട്ട് ക്വസ്റ്റ്യൻ. എൻ്റെ ക്വസ്റ്റ്യൻസിൽ നോട്ട് ഞാൻ ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്, കാരണം നിങ്ങളുടെ കണ്ണിൻ്റെ ശ്രദ്ധ അവിടെ പതിയണം. പക്ഷെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുമ്പം നോട്ട് ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതില്ല. അവർ NOT എന്ന് സ്മോൾ ലെറ്റേഴ്സിൽ തന്നെ എഴുതി പോകത്തേ ഉള്ളൂ. അത് നമ്മൾ കണ്ടില്ല എങ്കിൽ നമുക്ക് നഷ്ടം. അപ്പോൾ which of the following is not an example of a failure in self-regulation? അപ്പോൾ സെൽഫ് റെഗുലേഷൻ്റെ ഫെയിലിയർ അതിൽ ഒരു എക്സാമ്പിൾ അല്ലാത്തത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ 3 എണ്ണം എന്താ പറയേണ്ടത്, ഈ സെൽഫ് റെഗുലേഷൻ ഫെയിലിയർ ആയതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഏതാണ് അതിനകത്ത് ആ ഒരു ഫെയിലിയർ ആകാത്തതിൻ്റെത് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താണ്?
പ്രോക്രാസ്റ്റിനേറ്റിംഗ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. പ്രധാനപ്പെട്ട ജോലികൾ നമുക്ക് ചെയ്യാനുള്ളതിനെ നമ്മൾ മാറ്റിവെക്കുന്നു. അപ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ ജോലി ചെയ്യാൻ നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ നാച്ചുറലി എന്തോ ചെയ്യും, അത് മാറ്റി വെക്കും. ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് നമ്മളത് വേഗം ചെയ്തു പോവുക എന്നുള്ളതാണ്. പക്ഷേ ഈ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു മടി അല്ലെങ്കിൽ ഭയം, പലപ്പോഴും ജോലി സ്ഥലത്ത് അങ്ങനെ ഞാൻ ചോദിച്ചാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഭയം, അതൊക്കെ കൊണ്ട് നമ്മൾ ഈ ചെയ്യാനുള്ള പ്രവൃത്തി നമ്മൾ മാറ്റി കൊണ്ടുപോകുന്നു. ഓക്കെ, അത് പ്രോക്രാസ്റ്റിനേഷൻ. രണ്ടാമത്തേത് സപ്രസിങ് ഇമോഷൻസ് ഇൻ എ ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഒരു ചർച്ച നമുക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കഠിനമായ ഒരു കോൺവെർസേഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇമോഷൻസിനെ അടക്കി പിടിക്കുന്നതാണോ? ആൻഡ് ഓപ്ഷൻ സി, ഗിവിങ് ഇൻ ടു ടെംപ്റ്റേഷൻ ആൻഡ് ഓവർ സ്പെൻഡിങ്. അപ്പോൾ ഓവർ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിലധികം പൈസ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓവർ സ്പെൻഡിങ്. ടെംപ്റ്റേഷൻ എന്താണ്? നമുക്ക് ഈ എന്താ പറയണ്ടേ, എക്കണോമിക്സ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് നീഡ്സും വോൺസും ഉണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അത് നമുക്ക് ഒരു ആവശ്യമാണ്. വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ പറയാനാണെങ്കിൽ നീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറ്റാനായിട്ട് ഭക്ഷണം കഴിക്കണം. പക്ഷെ വോണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ എൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് KFC തന്നെ കഴിച്ച് വിശപ്പ് മാറ്റണം എന്നുള്ളത്. അതെൻ്റെ ആ നീഡും വോണ്ടിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ എക്സ്പീരിയൻസിങ് ആൻ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് അറ്റ് വർക്ക്. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇമോഷൻസ് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു, ഇമോഷൻസിൻ്റെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു ജോലി ചെയ്യുന്ന സമയത്ത്. അതാണ് 6. അപ്പോൾ എന്താണ് സപ്രസിങ് ഇമോഷൻസ്? നമ്മുടെ ഓപ്ഷൻ ബി നോക്കിയേ, സപ്രസിങ് ഇമോഷൻസ് ഇൻ എ ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ. ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ. കാരണം എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തർക്കം നമ്മൾ നടക്കുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയാം. ഈ തർക്കം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇമോഷൻസും കൂടെ കാണിച്ചാലോ, നമ്മൾ ദേഷ്യമൊക്കെ കാണിച്ചാലോ, അത് കൈവിട്ടു പോകുമല്ലേ. അപ്പോൾ അത് ഫെയിലിയർ അല്ല ആവുന്നത്, അത് നമ്മൾ ഇമോഷൻസിനെ അവിടെ സപ്രസ് ചെയ്ത്, ഒരു തർക്കം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇമോഷൻസിനെ സപ്രസ് ചെയ്യുകയാണെങ്കിൽ ആ തർക്കം കൈവിട്ടു പോകില്ല, അത് റിസോൾവ് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇമോഷണൽ റെഗുലേഷൻ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഇമോഷണൽ റെഗുലേഷൻ ആണ്. അപ്പോൾ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇമോഷണൽ റെഗുലേഷൻ, അത് ഒരു ഫെയിലിയറിൻ്റെ എക്സാമ്പിൾ അല്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെയിലിയേഴ്സ് ആണ് ശരിക്കും അവിടെ കാണിക്കുന്ന ആ സെൽഫ് കൺട്രോൾ അല്ലെ. പ്രൊക്രാസ്റ്റിനേറ്റിംഗ്, നമ്മൾ മാറ്റി വെക്കുന്നു. അപ്പോൾ എന്താ, അതൊരു ഫെയിലിയർ ആണ്, സെൽഫ് റെഗുലേഷന് തോറ്റു. ഗിവിങ് ഇൻ ടു ടെംപ്റ്റേഷൻ, അതും ആ ഒരു എന്താ പറയേണ്ടത്, ഫെയിലിയർ തന്നെയാണ്. ആൻഡ് ഇത് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിലാണ് ഔട്ട് ബ്രേക്ക് വരുന്നത്. അപ്പോൾ സെൽഫ് റെഗുലേഷൻ അവിടെയും ഫെയിൽ ആയി എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 7. Which of the following accurately explains the process of cognitive reappraisal in self-regulation? അപ്പോൾ കോഗ്നിറ്റീവ് റീഅപ്രൈസൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചിങ് വൺസ് പെർസ്പെക്റ്റീവ് ഓൺ എ സിറ്റുവേഷൻ ടു മാനേജ് ഇമോഷണൽ റെസ്പോൺസസ്. അതാണ് ഈ കോഗ്നിറ്റീവ് റീഅപ്രൈസൽ എന്ന് പറയുന്നത്. അപ്രൈസൽ എന്താണ്? എന്തെങ്കിലും ഒന്നിനെ വിലയിരുത്തുന്നതാണ് അപ്രൈസൽ. അപ്പോൾ ഒന്നും കൂടെ വിലയിരുത്തുക, അതാണ് റീഅപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ റീഅപ്രൈസൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ എന്താണുള്ളത്? ഒരു വ്യക്തിയുടെ പെർസെപ്ഷൻ, ഇപ്പോൾ ചേഞ്ചിങ് വൺസ് പെർസെപ്ഷൻ, ആ ഒരു വ്യക്തിയുടെ പെർസെപ്ഷൻ മാറ്റുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സിറ്റുവേഷനിൽ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസസിനെ മാനേജ് ചെയ്യുന്നതിന്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് റീഇൻറ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ, സെറ്റിംഗ് എ ഗോൾ ആൻഡ് പ്ലാനിങ് സ്റ്റെപ്സ് ടു അച്ചീവ് ഇറ്റ്. അതാണോ കോഗ്നിറ്റീവ് റീഅപ്രൈസൽ? റീഇൻറ്റർപ്രറ്റിംഗ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആസ് എ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്നു പെടുമ്പോൾ അതിനെ നമ്മൾ ഒന്ന് റീഇൻറ്റർപ്രറ്റ് ചെയ്ത് അതിനെ നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് കാണുക. ഓക്കെ, അതാണ് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ വളർച്ചയ്ക്കുള്ള ഒരു അവസരമായിട്ട് കാണുക, നമ്മുടെ ഫെയിലിയർ ആയിട്ട് കണക്കാക്കുന്നതിന് പകരം. ആൻഡ് സി,
ഓട്ടോമാറ്റിക്കലി റെഗുലേറ്റിംഗ് ബിഹേവിയർ ബേസ്ഡ് ഓൺ ഇൻഗ്രെയിൻഡ് ഹാബിറ്റ്സ്. ഇൻഗ്രെയിൻഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ചില ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. അതാണ് ഇൻഗ്രെയിൻഡ് ആയി പോവുക. എൻഗ്രേവ്ഡ്, കല്ലിൽ കൊത്തുന്നതിന് എൻഗ്രൈൻഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിവിടെ ഇൻഗ്രൈൻഡ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗമായി മാറി. ഇൻഗ്രൈൻഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റിയെടുക്കുന്ന കാര്യം പാടാം. അപ്പോൾ നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്, അപ്പോൾ ഇൻഗ്രൈൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു രീതിയിലേക്ക് അങ്ങ് മാറും. അപ്പോൾ അതാണോ, അതോ ഇനി ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ ടു പ്രയോറിറ്റൈസ് ലോങ് ടേം ഗോൾസ്. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അന്നേരത്തെ ആ ഒരു സന്തോഷത്തെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ലോങ് ടേം ഗോൾസിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ തന്ന ആ ഒരു എക്സ്പ്ലനേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ മാറ്റിയെടുക്കുന്നു അല്ലേ. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്നുള്ളതിനെ ഞാൻ മാറ്റിയെടുക്കുന്ന ആ ഒരു സിറ്റുവേഷന് അനുയോജ്യമാക്കി കൊണ്ടുവരാനായിട്ട് എൻ്റെ ഇമോഷണൽ റെസ്പോൺസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. നോക്ക്, ഇത് എന്താ പറയണ്ടേ, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. ആൻഡ് നമ്പർ 8, which of the following statements is true about self-schema? സെൽഫ് സ്കീമയെ കുറിച്ച് ഏത് അവിടെ ട്രൂ ആണ്? അപ്പൊ സെൽഫ് സ്കീമ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. മെന്റൽ ഫ്രെയിം വർക്ക് ആണല്ലേ. ആൻഡ് ഈ മെന്റൽ ഫ്രെയിം വർക്ക് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് us ടു സ്ട്രക്ചർ ഹൗ ഇൻഡിവിജ്വൽസ് പ്രോസസ് ആൻഡ് കാറ്റഗറൈസ് ഇൻഫർമേഷൻ അബൌട്ട് ദെംസെൽവ്സ്. അപ്പൊ എന്തിന്റെ ഇൻഫർമേഷൻ ആണ്? എന്നെ കുറിച്ച് തന്നെയുള്ള ഇൻഫർമേഷൻ ഞാൻ എങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്ത് പല സ്കീംസിലാക്കി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന, അതാണ് സെൽഫ് സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് സെൽഫ് സ്കീമ? അപ്പൊ ഇതിൽ ഈ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളത്? ഓപ്ഷൻ എ നോക്കിയേ, സെൽഫ് സ്കീമാസ് ആർ സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് സ്കീമ ഡൈനാമിക് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഡൈനാമിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് ചേഞ്ച് എന്നിവിടെ പറയുന്നു. അത് ശരിയല്ല. സെൽഫ് സ്കീമാസ് ആർ ഓൾവേസ് അലൈൻഡ് വിത്ത് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ. സെൽഫ് സ്കീമ എന്ന് പറയുന്നത് സൊസൈറ്റൽ എക്സ്പെക്ടേഷനുമായിട്ട് അലൈൻഡ് ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആൻഡ് സെൽഫ് സ്കീമാസ് ആർ കോഗ്നിറ്റീവ് ഫ്രെയിംവർക്സ് ദാറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഓർഗനൈസ് സെൽഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡി നോക്ക്, സെൽഫ് സ്കീമാസ് ഹാവ് ലിറ്റിൽ ഇൻഫ്ലുവൻസ്. നോ, ദാറ്റ് ഇസ് ഓൾസോ നോട്ട് കറക്റ്റ്. ഓൺ ഹൗ ഇൻഡിവിജ്വൽസ് ഇന്റർപ്രറ്റ് ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ്. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Moving on to question number 9. Which self-presentation strategy involves downplaying one's abilities to elicit sympathy? അപ്പൊ സിമ്പത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ഡൗൺ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എന്താ പറയേണ്ടത്, നമുക്ക് ആക്ച്വലി ഉള്ള ഒരു എബിലിറ്റി, നമുക്ക് നല്ലതുപോലെ ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം നമ്മൾ പൊട്ടം കളിക്കുന്നെന്ന് പറയത്തില്ലേ, അതിനെയാണ് ഡൗൺ പ്ലേയിങ് വൺസ് എബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിനെന്താ പറയുന്നത്? സെൽഫ് പ്രൊമോഷൻ ആണോ, സപ്ലിക്കേഷൻ ആണോ, എക്സംപ്ലിക്കേഷൻ ആണോ, എക്സംപ്ലിഫിക്കേഷൻ ആണോ, അതോ ഇൻറ്റിമിഡേഷൻ ആണോ? ഇവിടെ ഇതിനകത്ത് വരുന്നത് സപ്ലിക്കേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രസന്റിങ് വൺ സെൽഫ് ആസ് നീഡി ഓർ ഹെൽപ്ലെസ്. അപ്പോൾ നമുക്ക് സിമ്പതി വേണം എന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും അയ്യോ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലേ, എൻ്റെ അമ്മേ ഞാനിനി എന്ത് ചെയ്യട്ടെ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സിറ്റുവേഷനില്ലേ. അപ്പോൾ വിഷമിക്കാതെ, ഞാൻ സഹായിക്കാം, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. അതാണ് സിമ്പതി എന്ന് പറയുന്നത്. ആ സിമ്പതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സൂത്രമാണ് ഈ സപ്ലിക്കേഷൻ. അപ്പോൾ എന്താ പറയണ്ടേ, നമുക്ക് ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും, പക്ഷെ ഞാനവിടെ അഭിനയിക്കുക, എനിക്കത് ചെയ്തെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്, എന്തിനാ സിമ്പതി കിട്ടുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. റൈറ്റ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്പർ 10. In which of the following situations is delayed gratification most likely to occur? Delayed gratification. അപ്പൊ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആ ഇമീഡിയറ്റ് ആയിട്ടുള്ള റിവാർഡ്, നമുക്ക് ഇപ്പൊ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതിനെ നമ്മൾ മാറ്റി വെക്കുന്നു ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് നമ്പർ 10. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇസ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ മോസ്റ്റ് ലൈക്ലി ടു ഓക്കർ? 10ാമത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ തരുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഉത്തരം ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക.
ഓക്കെ, അതേപോലെ അടുത്ത ചോദ്യം ഞാൻ കാണിച്ചു തരാം. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ലോ സെൽഫ് എസ്റ്റീം? നമ്മളെ ലോ സെൽഫ് എസ്റ്റീമിലേക്ക് എത്തിക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ചൂസ് ഓൾ ദറ്റ് അപ്ലൈ. അപ്പോൾ ഈ ലോ സെൽഫ് എസ്റ്റീം, നമ്മൾ വളരെ ഡള്ളായി പോകുന്നു. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മളെ ആ ഒരു ഡൾനെസ്സിലേക്ക് കൊണ്ടെത്തിക്കും? ഇതിന് പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷൻ വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടെ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. എപ്പോഴാണ് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻ എപ്പോഴൊക്കെ ഉണ്ടാകുന്നത്? അതെല്ലാം ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക. അതിൻ്റെ ആൻസറും ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം ഇതാണ്, which aspect of self-presentation involves adjusting behavior to meet societal norms? അപ്പോൾ സൊസൈറ്റിയുടെ നോംസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ സമൂഹത്തിന്റെ പ്രതീക്ഷ. അപ്പോൾ സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ പ്രക്രിയ ഏത് ഭാഗമാണ് സെൽഫ് പ്രസന്റേഷനിലാണ് വരുന്നത്? സെൽഫ് പ്രസന്റേഷന്റെ ഏത് ഭാഗമാണ്? ഇംപ്രഷൻ മാനേജ്മെന്റ് ആണോ? ഓട്ടോമാറ്റിക് സെൽഫ് റെഗുലേഷൻ ആണോ? ഇമോഷണൽ റെഗുലേഷൻ ആണോ? സെൽഫ് സ്കീമ ആണോ? അപ്പൊ ഈ ഒരു പ്രോസസ് ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. സത്യത്തിൽ അതല്ല നമ്മുടെ ബിഹേവിയർ, പക്ഷെ പൊതുജനത്തിന്റെ മുന്നേ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നേ നമ്മൾ അങ്ങനെയാണെന്ന് നമ്മൾ അഭിനയിക്കുന്നു. അപ്പൊ സമൂഹം വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് എനിക്ക് അവിടെ കാണിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റിലേക്ക് കടക്കണം. എനിക്കറിയാം നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാകും, പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കത് അറിയണം ഏതാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത്. സോ ഇപ്പം തന്നെ ഞാനത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തത് മുന്നിലേക്ക് പോകാം. അപ്പോൾ 10ാമത്തെ ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ആൻഡ് 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി, സി ആൻഡ് ഡി. അപ്പൊ ബിയും സിയും ഡിയും ഇത് മൂന്നും അതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഇംപ്രഷൻ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ സ്വയമേ ഒന്ന് ചിന്തിച്ചു, അതിന്റെ ഉത്തരം നിങ്ങൾ കിട്ടി. ഇപ്പോ ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നതിന് ഇപ്പൊ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് ഏകദേശം ഈ ചോദ്യം ഉത്തരങ്ങളിലൂടെ നിങ്ങൾക്ക് ഓൾറെഡി ഇത് നിങ്ങളുടെ ജീവിതവും നമ്മുടെ സെൽഫുമായിട്ട്, നമ്മുടെ ജീവിതം നമ്മുടെ ചുറ്റാകെയുള്ള ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെയായിട്ടെന്ന് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് സാധിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കോൺസെപ്റ്റിലേക്ക് കടക്കാം. ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ സോഷ്യൽ സെൽഫ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സോഷ്യൽ സെൽഫ് റെഫേഴ്സ് ടു ഹൗ ഇൻഡിവിജ്വൽസ് പെർസീവ് ആൻഡ് എക്സ്പ്രസ് ദിയർ ഐഡന്റിറ്റി ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണോ ഓരോ വ്യക്തികൾ അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് എന്നുള്ളത് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് സോഷ്യൽ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? ബൈ പേഴ്സണൽ അവെയർനെസ് ഓഫ് ആൻഡ് സൊസൈറ്റിയൽ ഇൻഫ്ലുവൻസ്. പേഴ്സണൽ അവെയർനെസ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ആ ഒരു അവെയർനെസ്സും ആൻഡ് സമൂഹത്തിന്റെ ഒരു സ്വാധീനവും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഘടകങ്ങളുണ്ട്? സെൽഫ് നോളജ് ഉണ്ട്, സെൽഫ് റെഗുലേഷൻ ഉണ്ട്, സെൽഫ് പ്രസന്റേഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് നമ്മുടെ ആ ഒരു സോഷ്യൽ സെൽഫ് എന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്ന് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ സെൽഫ് എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ആൻഡ് ഇതെന്താണ്? ഓരോ വ്യക്തികൾ അവരെ എങ്ങനെ മനസ്സിലാക്കുന്നു, അവരുടെ ഐഡന്റിറ്റി, ആ ഒരു സൊസൈറ്റിയിൽ അവരുടെ ഐഡന്റിറ്റി മറ്റുള്ളവരുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് ഞാൻ തെളിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ സോഷ്യൽ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ സോഷ്യൽ സെൽഫ് എന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പല ഡയമെൻഷനിലൂടെ നമുക്കിതിനെ പരിശോധിക്കാം, അല്ലെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനിൽ ഒന്നാണ് ഈ സെൽഫ് നോളജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് സെൽഫ് നോളജ് എന്ന് പറയുന്നത്. അതേപോലെ അതിനോട് ചേർന്ന് വരുന്നതാണ് സെൽഫ് റെഗുലേഷൻ, സെൽഫ് പ്രസന്റേഷൻ. ഇതെല്ലാം കൂടെ ചേർന്നാണ് എങ്ങനെ നമ്മുടെ ആ ഒരു സെൽഫ് കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനൊക്കെ ഏത് രീതിയിൽ തരപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ ഈ ഒരു സെൽഫ് നോളജിന്റെ സോഴ്സ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ സെൽഫ് നോളജ് ഈസ് ദി ഇൻഫർമേഷൻ ഇൻഡിവിജ്വൽസ് ഹോൾഡ് അബൌട്ട് ദെംസെൽവ്സ്. അതാണ് സെൽഫ് നോളജ് എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റ് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. സെൽഫ് നോളജ്, എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവ്, എന്നെക്കുറിച്ച് സംസാരിക്കാൻ ഞാനല്ലേ ഏറ്റവും ഉചിതമായ വ്യക്തി. അതേപോലെ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങളല്ലേ ഏറ്റവും ഉചിതമായ വ്യക്തി. അപ്പോൾ എന്തുമാത്രം ഇൻഫർമേഷൻ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം എന്നുള്ളതാണ് ഈ സെൽഫ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് നോളജ് ആക്ച്വലി എന്താ പറയേണ്ടത്, പലപ്പോഴും നമ്മളെ സഹായിക്കും നമ്മുടെ ആ ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ സെൽഫ് നോളജ്. അപ്പോൾ എനിക്ക് എന്തുമാത്രം കഴിവുണ്ടെന്നുള്ളത് എനിക്കറിയാമെങ്കിൽ മാത്രമല്ലേ എനിക്ക് പല കാര്യങ്ങളിലും ഏർപ്പെടാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഒത്തിരിയധികം കമ്പോണൻസ് ഉണ്ട് ഈ ഒരു സെൽഫ് നോളജിനെ തിട്ടപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഒന്ന് സെൽഫ് സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് സ്കീമ എന്ന് പറയുന്നത് എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഈ സ്കീമ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ കോഗ്നിറ്റീവ് ഒരു മെന്റൽ ഫ്രെയിംവർക്കിന്റെ കാര്യമാണ് നമ്മളിവിടെ ഈ പറയുന്നത്. സോ ദിസ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഓർഗനൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദെംസെൽവ്സ്. അപ്പോൾ സെൽഫ് സ്കീമ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കുറിച്ച് അറിയാവുന്ന ഇൻഫർമേഷൻ അതിനെ ഓർഗനൈസ് ചെയ്ത് അതിനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ സ്കീമയാണ് പലപ്പോഴും നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ബിഹേവിയറിനെ ഒക്കെ സ്വാധീനിക്കുന്നത്. ആൻഡ് എങ്ങനെ ഇത് സ്വാധീനിക്കുന്നു? ബൈ കാറ്റഗറൈസിങ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ലൈക്ക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇവിടെയാണ് ഈ സ്ട്രെങ്ത് എന്നും വീക്ക്നെസ് എന്നും പോലെയുള്ള സംഗതികൾ അവിടെ ശരിക്കും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്കീമാസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ പറയാനാണെങ്കിൽ സെൽഫ് നോളജിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഈ സ്കീമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സെൽഫ് റെലവെന്റ് ആയിട്ടുള്ള നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ, നമുക്ക് എന്താകണം എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് എന്തുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നത് എന്തുണ്ടെന്ന് ഞാൻ പറയുമ്പം ഒരു പക്ഷേ നമുക്കുള്ള നോളജ് ആകാം, നമുക്കുള്ള ഡിഗ്രി ആകാം, നമുക്കുള്ള എക്സ്പീരിയൻസ് ആകാം, നമുക്കുള്ള ക്വാളിഫിക്കേഷൻ ആകാം, നമ്മുടെ കയ്യിലുള്ള പൈസയാകാം. ഇതൊക്കെ അനുസരിച്ചല്ലേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പിന്നെ പ്ലാൻ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ സെൽഫ് റെലവെന്റ് തോട്ട്സിനെ ഗൈഡ് ചെയ്യുന്നവിടെ, അതേപോലെ നമ്മുടെ ഇമോഷൻസിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ആൻഡ് നമ്മുടെ ബിഹേവിയറിനെയും ഗൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ്, എന്താ പറയേണ്ടത്, ഒരു വ്യക്തി അവരെ കുറിച്ച് എന്ത് കാഴ്ചപ്പാട് അവർക്കുണ്ടാകുന്നു എന്നുള്ളതും അവരുടെ തന്നെ സ്വന്തം ക്യാരക്ടറിസ്റ്റിക്സ്, എൻ്റെ സ്വന്തം സവിശേഷതകൾ എനിക്ക് വിലയിരുത്താനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സെൽഫ് സ്കീമ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, സ്ട്രെങ്ത് എന്നും വീക്ക്നെസ് എന്നും മറ്റ് ഒട്ടനേകം പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഞാൻ ഭയങ്കര സമാധാനശീലനാണ്, എനിക്കൊരിക്കലും ദേഷ്യം വരില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതികൾ. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്, ബലഹീനതയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു സ്ട്രോങ് ഏരിയാസിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നതാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന്, നമ്മുടെ ഈ സെൽഫ് നോളജ് കൊണ്ടാണ് എൻ്റെ സ്ട്രെങ്ത് ഇന്നതാണെന്നും എൻ്റെ വീക്ക്നെസ് ഇന്നതാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് ഓർത്തു വെച്ചോളുക, ഈ സെൽഫ് സ്കീമ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, അത് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ എക്സ്പീരിയൻസസ്, പുതിയ പുതിയ എക്സ്പീരിയൻസസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതനുസരിച്ച് നമ്മുടെ സ്കീമയും ഈ സെൽഫ് സ്കീമയും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ സ്കീമ ഡെവലപ്പ് ആകുന്നത് എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താ പറയേണ്ടത്, ആ ഒരു ഇൻകമിങ് ഇൻഫർമേഷനെ എപ്പോഴും എൻ്റെ മൈൻഡ് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിൽട്ടർ ചെയ്ത് അതിനെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ സെൽഫ് സ്കീമയുടെ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. And it also affects how individuals view themselves and how they respond to feedback and events in their environment. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ ചുറ്റാകെ ഉണ്ടാകുന്ന ഓരോ ഇവന്റുകളും ഓരോ സംഗതികളും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്കിനെയൊക്കെ നമ്മൾ എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സെൽഫ് സ്കീമ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ സ്കീമാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സെൽഫ് റെലവെന്റ് ഇൻഫർമേഷനെ നമ്മളെ കുറിച്ചുള്ള അതാണ് സെൽഫ് റെലവെന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് കുറെ കൂടെ ഈസി ആക്കുന്നത്, സിമ്പിൾ ആക്കിക്കൊണ്ട് അവിടെ വരുന്നു എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെ അതിന്റെ പ്രോസസ്സിങ് ശരിക്കും നടന്നെങ്കിലല്ലേ നമുക്ക് എന്താ പറയേണ്ടത്, നമ്മൾ തന്നെ ചെയ്യുന്ന ഓരോ ആക്ഷൻസും എന്താണ് സമൂഹത്തിൽ നമ്മുടെ റോൾ എന്നൊക്കെ ഉള്ളതിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളത്. ഇനി ഈ സ്കീമ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിലോ, ഈ സ്കീമാസ് ബേസിക്കലി ദേ ആക്ട് ആസ് ഫിൽറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു പക്ഷേ സ്കീമ ഒരു ഫിൽറ്റർ, അല്ലെങ്കിൽ ഇറ്റ് ആക്ട്സ് ആസ് എ ലെൻസ്. ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലെൻസിലൂടെ നോക്കുമ്പം ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ, അതിനപ്പുറത്തോട്ടുള്ളത് നമ്മൾ കാണത്തില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ലെൻസ് ആക്കി നമ്മളെ ചില കാര്യങ്ങളിലേക്ക് മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ ലെൻസിലൂടെ നമ്മൾ എന്താ നോക്കുന്നത്, ഇൻഡിവിജ്വൽസ് ഇന്റർപ്രറ്റ് ദിയർ എക്സ്പീരിയൻസസ്, നമ്മുടെ എക്സ്പീരിയൻസസിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയാനാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് എ പേഴ്സൺ. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു സെൽഫ് സ്കീമയുണ്ട്. ആൻഡ് ഈ സ്കീമ എന്ന് പറയുന്നത് എപ്പോഴും ആ വ്യക്തി വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ വ്യക്തിയുടെ സെൽഫ് സ്കീമ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ വ്യക്തിയെക്കുറിച്ച് ഉള്ള നോളജ് ഗ്യാദർ ചെയ്ത് ആ വ്യക്തി തന്നെ ഒരു നിഗമനത്തിലെത്തി, ഞാൻ ഭയങ്കര ബുദ്ധിശാലിയാണ്, ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആണ് എന്നുള്ളത് അല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ദിസ് പേഴ്സൺ മേ പ്രോസസ് ഫീഡ്ബാക്ക് ഓർ ഇവാലുവേറ്റ് ദിയർ ഓൺ ആക്ഷൻസ് ത്രൂ എ പെർട്ടിക്കുലർ ലെൻസ്. അപ്പം ഞാൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കും അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആക്ഷൻസിനെയും ഞാൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഈ പറഞ്ഞ ഈ ഒരു ഇൻ്റലിജൻസ് എന്ന ലെൻസിലൂടെ, ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രമേ ഞാൻ ഇവിടെ വിലയിരുത്തുള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ട് എനിക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ള സെൽഫ് സ്കീമയെ ഞാൻ ഊട്ടി ഉറപ്പിച്ചെടുക്കുന്നു. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കും വരില്ലേ. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് വരുമ്പോൾ ഞാൻ ഭയങ്കര ബുദ്ധിശാലിയാണെന്നുള്ള എൻ്റെ സെൽഫ് സ്കീമയെ ചലഞ്ച് ചെയ്യുകയാണ് അവിടെ. അതിനെ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്, ഒരാൾ പറഞ്ഞ്, 2 പേര് പറഞ്ഞ്, 3 പേര് പറഞ്ഞ്, നിങ്ങളെല്ലാം പറഞ്ഞ്, ആള് ബുദ്ധിശാലിയൊന്നുമല്ല, ഒരു മണ്ടനാ എന്നിങ്ങനെ പറഞ്ഞ്, അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് അത് വീണ്ടും റീഇൻറ്റർപ്രറ്റ് ചെയ്യും ആ ഫീഡ്ബാക്ക് കിട്ടിയത്. എന്നിട്ട് ഞാൻ ആ സെൽഫ് സ്കീമ, ഞാൻ ബുദ്ധിശാലിയാണെന്നുള്ള സെൽഫ് സ്കീമയെ ഞാൻ ഒന്നും കൂടെ റീഇവാലുവേറ്റ് ചെയ്ത്, ഞാൻ അത്ര ബുദ്ധിശാലി അല്ല അല്ലേ എന്ന നിഗമനത്തിലേക്ക് ഞാൻ അവിടെ എത്തും. അപ്പൊ ഈ സെൽഫ് സ്കീമ എൻ്റെ ആ ഒരു സംഗതിയെ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാ പറഞ്ഞ ഈ സ്കീമ എന്ന് പറയുന്നത് ഡൈനമിക് ആണ്. കാരണം അത് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പുതിയ എക്സ്പീരിയൻസസ്, പുതിയ ഇൻഫർമേഷൻ, പുതിയ ഫീഡ്ബാക്ക് നമ്മളെ കുറിച്ചുള്ളത് നമുക്ക് ലഭിക്കും തോറും ഈ സ്കീമ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൾക്കാർ പുതിയ പുതിയ സിറ്റുവേഷൻസിൽ ചെന്ന് പെടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ ഒക്കെ നമ്മുടെ റോൾസ് മാറുന്നതനുസരിച്ച് ഒരുപക്ഷെ ഈ സ്കീമയും നമുക്ക് മാറി മാറി വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യണമല്ലേ. ഈ സെൽഫ് കോൺസെപ്റ്റ് എന്നുള്ളത് തന്നെ മാറി മാറി വരണം. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ പ്രിൻസിപ്പൾ ആകാനുള്ള ഒരു സാഹചര്യം അവിടെ വന്ന്, അപ്പം നമ്മുടെ സ്കീമ എങ്ങോട്ട് പോയി? സ്കീമ മാറിയില്ലേ? അതാണ് സെൽഫ് സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, now let's look at ഈ സ്കീമയും ഐഡന്റിറ്റിയും. വാട്ട് ഇസ് സെൽഫ് സ്കീമ ആൻഡ് ഐഡന്റിറ്റി? എങ്ങനെയാണ് ഈ സ്കീമയും ഐഡന്റിറ്റിയും റിലേറ്റഡ് ആയിട്ടുള്ളത്? അപ്പോൾ ഈ സെൽഫ് സ്കീമ എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് പല സ്കീമാസ് നമ്മുടെ മൈൻഡിലുണ്ട് എന്ന് വെക്കുക, നമ്മുടെ ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ആയി കൊണ്ടുവരുന്നതിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, ഒരു നമ്മുടെ ഈ ഒരു സെൽഫ് സ്കീമ എന്ന് പറയുന്നത് നമുക്ക് വളരെ സേലിയന്റ് ആയിട്ട്, ദ മോസ്റ്റ് സേലിയന്റ് എ സെൽഫ് സ്കീമ ഇസ് ടു ആൻ ഇൻഡിവിജ്വൽ, ദ മോർ ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദിയർ സെൽഫ് കോൺസെപ്റ്റ്. അപ്പോൾ മോസ്റ്റ് സേലിയന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ആ ഒരു സെൽഫ് സ്കീമയാണ് എൻ്റെ മനസ്സിലുള്ളതെങ്കിൽ അത് എൻ്റെ ആ ഒരു സെൽഫ് കോൺസെപ്റ്റിനെ കൂടുതൽ അത് സ്വാധീനിക്കും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി, നമ്മൾ ഒരു ഇമാജിനറി വ്യക്തിയെ എടുക്കുക. ആ വ്യക്തിയുടെ സെൽഫ് സ്കീമ ശരിക്കും ആ വ്യക്തിയുടെ അടുത്ത് പറയുന്നത്, നീ ഭയങ്കര ക്രിയാത്മകമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നലുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ പല ഘടകങ്ങളെയും
അത് ജോലിയാകട്ടെ, ആ വ്യക്തിയുടെ ഹോബി ആകട്ടെ, ആ വ്യക്തിയുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആകട്ടെ, അതെല്ലാം ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ന ലെൻസിലൂടെ ആയിരിക്കും ആ ഒരു വ്യക്തി വീക്ഷിക്കുന്നത്, എല്ലാ കാര്യത്തെയും കാണുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ സെൽഫ് സ്കീമ എന്ന് പറയുന്നത് നൗ ഇറ്റ് ഈസ് നോട്ട് ഓൺലി എഫക്റ്റിംഗ് ഹൗ പീപ്പിൾ സീ ദംസെൽവ്സ് ബട്ട് ഓൾസോ ഹൗ ദേ ബിഹേവ് ആൻഡ് ഇന്ററാക്ട്. ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ധാരണ, അതാണ് സെൽഫ് സ്കീമ എന്ന് പറയുന്നത്. ആ ധാരണ നമുക്ക് വരുമ്പം ആ ഒരു ധാരണയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും നമ്മളവിടെ പോവുക. അപ്പോൾ എന്താ പറയണ്ടേ, നമ്മുടെ മനസ്സിലിരിക്കുന്ന സെൽഫ് സ്കീമ നമ്മളെ ഒരു ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നില്ലേ ഇവിടെ. അതാണ് ഈ സെൽഫ് സ്കീമ നമ്മളെ ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിക്കാനായിട്ട് അത് ഒരു 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 കാരണമായി മാറും എന്നുള്ളത് നമ്മൾ പറയും. ഇത് കൂടാതെ സെൽഫ് സ്കീമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു ഹൗ ഇൻഡിവിജ്വൽസ് കാറ്റഗറൈസ് ദംസെൽവ്സ്. അപ്പൊ സോഷ്യൽ കാറ്റഗറീസ് ഉണ്ടല്ലോ. സോഷ്യൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് ജെൻഡർ ഒരു സോഷ്യൽ കാറ്റഗറിയാണ്, നമ്മുടെ പ്രൊഫഷൻ ഒരു സോഷ്യൽ കാറ്റഗറിയാണ്, നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റിയും ഒരു സോഷ്യൽ കാറ്റഗറി തന്നെയാണ്, അല്ലേ? അപ്പോൾ എന്താ പറയേണ്ടത്, ഒരു ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൽഫ് സ്കീമാസ് ഉണ്ടാകാം. ഓക്കെ, വ്യക്തികൾക്ക് മൾട്ടിപ്പിൾ സെൽഫ് സ്കീമാസ് ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ജീവിതത്തില് പല മേഖലയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അവർക്ക് പല സ്കീമാസ് ആയിരിക്കും അവരുടെ മനസ്സിൽ ഉണർന്നു വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നോക്കെ, നമുക്കറിയാം നമ്മുടെ ഈ ഒരു സോഷ്യൽ എൻവയൺമെന്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണല്ലേ. അപ്പൊ നമുക്ക് ഓരോ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സാഹചര്യത്തിനും അനുയോജ്യമായ ഒരു സെൽഫ് സ്കീമ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ സാഹചര്യം മാറുന്നതനുസരിച്ച് ആ സ്കീമ അങ്ങ് മാറ്റിയാൽ മാത്രം മതി. അതുമായിട്ട് വേഗത്തിൽ നമുക്ക് ഇഴുകിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചർച്ച നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ സെൽഫ് സ്കീമ എന്ന് പറയുന്ന സംഗതി വളരെ ഡൈനമിക് ആണ്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത്, സെൽഫ് സ്കീമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. അതങ്ങനെ നിൽക്കുന്ന ഒന്നല്ല, അത് ഡൈനമിക് ആണ്. ആൻഡ് ഓവർ ടൈം ഇറ്റ് ഗെറ്റ്സ് ചേഞ്ച്ഡ്. അത് അഡാപ്റ്റ് ആകും. എങ്ങനെയാണത് മാറുന്നത്, എങ്ങനെയാണത് അഡാപ്റ്റ് ആകുന്നത്? നമുക്ക് പുതിയ ഇൻഫർമേഷൻ ലഭിക്കുന്നതനുസരിച്ച് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ സെൽഫ് സ്കീമയും നമ്മുടെ മൈൻഡിൽ മാറി മാറി വരും എന്നുള്ളതാണ്, അല്ലേ? പുതിയ എക്സ്പീരിയൻസസ് നമുക്ക് വരുമ്പോൾ, നമുക്കുണ്ടാകുന്ന പുതിയ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സംഗതികളൊക്കെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സെൽഫ് സ്കീമയെ അത് മാറ്റി പുതിയ സ്കീമയിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോഴാ പറയുന്നത്, കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നീ ആളാകെ അങ്ങ് മാറിപ്പോയല്ലോ. കേട്ടിട്ടില്ലേ നമ്മളടുത്ത് പറയുന്നത്? ഇപ്പൊ ആ പഴയ ആളെ അല്ല. എന്നാ ചിലര് പറയുന്ന കേട്ടിട്ടില്ലേ, നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, കോളേജിൽ വെച്ച് എങ്ങനെയായിരുന്നു അത് തന്നെ നീ ഇപ്പോഴും പറയുന്ന കേട്ടിട്ടില്ലേ? സെൽഫ് സ്കീമ, ആ കോളേജിൽ വെച്ച് ഉണ്ടായിരുന്ന സെൽഫ് സ്കീമ തന്നെയാണ് ആ വ്യക്തിക്ക് ഇപ്പോഴും ഉള്ളത്. ഇനി നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച് ഒരു വ്യക്തി ലാസ്റ്റ് ബെഞ്ചിലൊക്കെ ആയിരുന്നു ഇരുന്ന് പഠിച്ചത്, പക്ഷെ എന്താ പറയേണ്ടത്, അമേരിക്കയിലാ ഇപ്പം. അപ്പം വന്ന സമയത്ത് നമ്മളെ വന്ന് കണ്ട് നമ്മളമ്മ പറയും, ഓ ആകെ മാറിപ്പോയി നമ്മൾ പറയുന്നത്, അല്ലേ? അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ കൾച്ചർ വേറെയാണ്, അവിടുത്തെ ഭക്ഷണം വേറെയാണ്, അവിടുത്തെ ഭാഷ വേറെയാണ്, അവിടെ ഇടപെടുന്ന ആൾക്കാർ വേറെയാണ്. അപ്പോൾ ആ സ്കീമ അവിടുത്തെ സ്കീമയിലേക്ക് പോയി, ആ സ്കീമ തന്നെ മാറി. അപ്പൊ തിരിച്ചു വരുമ്പോഴും അമേരിക്കൻ സ്കീമ മനസ്സിൽ ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മളടുത്ത് ആ ഒരു രീതിയിൽ മലയാളം തന്നെ ഒരു പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിന്റെ ഒരു ചൊവയോട് കൂടിയായിരിക്കും സംസാരിക്കുന്നത്. സ്കീമ മാറിയതാണ്. അപ്പൊ സ്കീമ ഡൈനമിക് ആണ്, സ്കീമ മാറും എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഭാഗം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കി. പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത് ഈ സെൽഫ് സ്കീമ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ സോഷ്യൽ സെൽഫ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇതിനകത്ത് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിനെ എന്താ പറയേണ്ടത്, ഇതിനെ ബേസ് ചെയ്ത് ഒരു 10-20 ചോദ്യങ്ങൾ നിങ്ങളുടെ എന്താ പറയേണ്ടത് നോട്ട്സിന്റെ ഭാഗത്തിൽ അവിടെ ഉണ്ട്. അതനുസരിച്ച് യു ക്യാൻ റെഫർ ടു ദോസ് നോട്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈ ഒരു സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറച്ചും കൂടെ അധികം മനസ്സിലാക്കാനായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയതിനെ വിലയിരുത്താനായിട്ട്.
അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽഫ് ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ സെൽഫ് ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് ഈ ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റിൽ ICTS സൂപ്പർവൈസറിനുള്ള എല്ലാ ലെസൺസും ഈ ഒരു പ്ലേലിസ്റ്റുമായിട്ട് അനുബന്ധിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ മേജറായിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ദ വീഡിയോ, ഷെയർ ഇറ്റ് ആൻഡ് ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് ഡെയിലി ക്വിസ് അറ്റൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ റിവിഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു റിവിഷൻ്റെ ഭാഗമാവുക ആൻഡ് എൻഷുർ ദറ്റ് യു ആർ സക്സസ്ഫുൾ ഇൻ ദി എക്സാം. Thank you very much for watching this class. This is Sebastian signing off and see you in the next part. Thank you very much.